ഹായ് മക്കളെ. സോ പ്രാക്ടിക്കൽ എക്സാമിന് എപ്പോഴും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുക വോളിമെട്രിക് അനാലിസിസിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വരുന്ന ടാബുലേഷനും കാൽക്കുലേഷനുമാണ്. അപ്പൊ ടൈട്രേഷന്റെ ടാബുലേഷനും കാൽക്കുലേഷനും എങ്ങനെ ചെയ്യാമെന്ന് ഈസി ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. സോ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl containing 3.6 gram per liter. അതായത് NaOH മാസ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് HCl ആണ്. അതിന്റെ മാസ് പെർ ലിറ്റർ തന്നിട്ടുണ്ട് 3.6 gram per liter. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേഷനിലേക്ക് കടക്കാം. അപ്പോൾ പ്രിൻസിപ്പിളും പ്രൊസീജിയറും ഒക്കെ എഴുതാൻ നിങ്ങൾക്കറിയാം. അവിടെ മസ്റ്റ് ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും കുറച്ച് കാര്യങ്ങൾ വേണം. ബ്യൂററ്റിൽ ഏതാണ് എടുക്കുന്നത്, പിപ്പറ്റിൽ ഏതാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണ്. ആസിഡ് ബേസ്ഡ് ടൈട്രേഷനുകളിൽ നോർമലി ആസിഡ് ആണ് ബ്യൂററ്റിൽ, പിപ്പറ്റിൽ ഏതാണ് NaOH ബേസ് ആണ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതാണ് നമ്മൾ പിപ്പറ്റിൽ എടുക്കുന്നത്, പിപ്പറ്റ് ഔട്ട് ചെയ്യുന്ന സൊല്യൂഷൻ. ആൻഡ് ആസിഡ് എന്ന് പറയുന്നത് HCl ആണ്. HCl ആണ് നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്നത്. ആൻഡ് ഏത് ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു പോയിന്റ് വേണം. ഇവിടുത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോൾഫ്തലിൻ ആണ്. ആൻഡ് എൻ പോയിന്റിലെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് പിങ്ക് ടു കളർലെസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ പ്രിൻസിപ്പിളിലും പ്രൊസീജിയറിലും ഇതൊക്കെ ഉണ്ടായിരിക്കണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? NaOHും HClഉം തമ്മിലുള്ള റിയാക്ഷൻ ആണ്. സോ NaOH HClഉമായിട്ട് റിയാക്ട് ചെയ്യാണ്. NaOH പ്ലസ് HCl ഈസി ആണ്. ഈ OHും Hും ചേർന്ന് വാട്ടർ വെള്ളം പോകും. പിന്നെ ബാക്കിയുള്ളത് Naയും Clഉമാണ്. NaCl സോൾട്ടും ഫോം ചെയ്യും, വാട്ടറും ഫോം ചെയ്യും. ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ ഇതിന്റെ ടാബുലേഷനിലേക്കും കാൽക്കുലേഷനിലേക്കും കടക്കുകയാണ്. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ഇക്വലന്റ് വെയിറ്റ് അറിയാമായിരിക്കണം. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഇക്വലന്റ് വെയിറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇതൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്. മക്കൾക്ക് ഇവരുടെയൊക്കെ ഇക്വലന്റ് വെയിറ്റ് മസ്റ്റ് ആയിട്ടും അറിയാമായിരിക്കണം. റെഡി? എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അതിന്റെ ഇക്വലന്റ് വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ട് 36.5 ആണ്. റെഡി അല്ലേ? 36.5. പിന്നെ നമുക്കുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ NaOH ആണ്. അതിന്റെ ഇക്വലന്റ് വെയിറ്റ് 40 ആണ്. അപ്പൊ 36.5 HClൻ്റെത് ആൻഡ് 40 ആണ് NaOHന്റെ ഇക്വലന്റ് വെയിറ്റ്. ഓക്കെ, റെഡി അല്ലേ? സോ കാൽക്കുലേഷനിലേക്ക് കടക്കാണ്. ആദ്യം ടാബുലേഷൻ ആണ്, ടേബിൾ ഒക്കെ വരയ്ക്കുക. NaOH വേഴ്സസ് HCl ആണ് നമ്മൾ നടത്താൻ പോകുന്ന ടൈട്രേഷൻ. ഇതിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ HCl ആണ് അല്ലെ, അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഞാൻ ട്രയൽ നമ്പർ ഇടുകയാണ്. 3 തവണയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക. പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത് എത്ര ml ആണ്? പിപ്പറ്റിൽ എടുക്കുന്നത് NaOH ആണ്. 100 ml അത് മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് ചെയ്ത ശേഷം 20 ml വീതമാണ് പിപ്പറ്റ് ഔട്ട് ചെയ്യുക. സോ എപ്പോഴും നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നത് 20 ml ആണ്. NaOH സൊല്യൂഷൻ ആണ്. ഇനി ബ്യൂററ്റിലെ റീഡിംഗ് ആണ്. ബ്യൂററ്റിൽ എടുക്കുന്നത് എന്താണ്? ആസിഡ് ആണ് എടുക്കുന്നത് അല്ലെ. HCl ആണ് ഇവിടുത്തെ ആസിഡ്. അതിന്റെ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും 0 ആണ്. ഓക്കെ, അപ്പൊ പിപ്പറ്റിലെ വോളിയം 20 ml, ബ്യൂററ്റിലെ ഇനിഷ്യൽ വോളിയം 0. ഈ ഫൈനൽ വോളിയം എവിടുന്നാ കിട്ടുന്നത്? നിങ്ങളുടെ ബ്യൂററ്റ് റീഡിംഗ് ആ. അത് എവിടെയാണോ കൺകോർഡൻസ് ആയിട്ട് കിട്ടുക ആ 2 വാല്യൂസ് എടുക്കുക. ഇപ്പൊ നമുക്കിവിടെ ചെയ്തപ്പോൾ 3 തവണയും 18 ആണ് കിട്ടിയത്. സോ ഫൈനലി വോളിയം ഓഫ് HCl യൂസ്ഡ് ഇൻ ml എന്ന് പറയുന്നത് 18 ml ആണ്. അത് മക്കളുടെ ബ്യൂററ്റിലുള്ള റീഡിംഗ് ആണ്. ചിലപ്പോൾ ആദ്യത്തെ വാല്യൂ നിങ്ങൾക്ക് 18.1 ആയിരിക്കും കിട്ടുക. അവസാനത്തെ 2 വാല്യൂ ആയിരിക്കും കൺകോർഡന്റ് വാല്യൂസ് ആയിട്ട് കിട്ടുക. ആ കൺകോർഡൻസ് ആയിട്ട് കിട്ടുന്ന വാല്യൂ എടുത്ത് അവസാന കോളത്തിൽ എഴുതുക വോളിയം ഓഫ് HCl യൂസ്ഡ് ഇൻ ml. ക്ലിയർ അല്ലേ? ഇവിടെ പിപ്പറ്റിൽ എടുക്കുന്ന സൊല്യൂഷൻ, ഇവിടെ വരുന്നത് ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷന്റെ വോളിയം. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ 18 ml എന്ന് കണ്ടുപിടിച്ചു. V1ഉം V2ഉം ആണിത്. വോളിയം 1ഉം വോളിയം 2ഉം, വോളിയം 1ഉം വോളിയം 2ഉം, V1ഉം V2ഉം ആണ്. റെഡി? ഓക്കെ, ഇനി കാൽക്കുലേഷനിലേക്ക് കടക്കാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കി. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് HCl containing
3.6 gram per liter. ഗ്രാം എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്നതാണ് എന്ത്, ഈ മാസ് പെർ ലിറ്റർ ഓഫ് HCl. ക്ലിയർ അല്ലേ? അപ്പൊ മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്, അത് ഏതുമായിക്കോട്ടെ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഏതുമായിക്കോട്ടെ, ആ തന്നിരിക്കുന്ന ഗ്രാം പെർ ലിറ്റർ എന്ന് പറയുന്ന വാല്യൂനെയാണ് നിങ്ങൾ ഇവിടെ മാസ് പെർ ലിറ്റർ എന്ന് പറഞ്ഞ് എഴുതുന്നത്. സോ ഇവിടുത്തെ മാസ് പെർ ലിറ്റർ എത്രയാണ്? 3.6 ഗ്രാം പെർ ലിറ്റർ ആണ്. എത്രയാണ്? 3.6 ഗ്രാം പെർ ലിറ്റർ. ഓക്കെ, ആൻഡ് അടുത്തത് ഇക്വലന്റ് മാസ് ഓഫ് HCl. അത് ഞാൻ പറഞ്ഞു, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. 36.5 ആണ് HCl-ൻ്റെത്. NaOH ആണ് നമുക്ക് ആവശ്യമുള്ള അടുത്ത ആള്. 40 ആണ് അതിന്റെ ഇക്വലന്റ് വെയിറ്റ്. റെഡി? ഇനി നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. നോർമാലിറ്റി ഓഫ് HCl, ഇതിനെ നമുക്ക് N1 എന്ന് കൊടുക്കാം. എന്താണ് മക്കളെ? N1. ഓക്കെ, N1 വേണം, V1 വേണം, N2 വേണം, V2 വേണം. റെഡി? അപ്പൊ N1 എങ്ങനെ കണ്ടുപിടിക്കും? മാസ് പെർ ലിറ്റർ. അത് എവിടെ കാണും? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. 3.6 ഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞു കണ്ടില്ലേ? അതാണ് മാസ് പെർ ലിറ്റർ 3.6. അടുത്തത് ഇക്വലന്റ് മാസ്, ഇക്വലന്റ് വെയിറ്റ് ആരുടെ? HCl-ന്റെ. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. എത്രയാ? 36.5 ആണ്. ഓക്കെ, അപ്പൊ ഈ 3.6-നെ 36.5 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.0986 നോർമൽ. സോ N1 നമുക്ക് കിട്ടി. HCl-ന്റെ നോർമാലിറ്റി ആണ്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. മക്കളെ, മാസ് പെർ ലിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാം പെർ ലിറ്റർ എന്ന് പറഞ്ഞ് കാണുന്ന വാല്യൂ ആണ്. അതെടുത്ത് എഴുതുക. ഇക്വലന്റ് വെയിറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ആ മാസ് പെർ ലിറ്ററിനെ ഇക്വലന്റ് മാസ് അല്ലെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ നോർമാലിറ്റി. ഇവിടെ നോർമാലിറ്റി ഓഫ് HCl which is N1. ആൻഡ് നെക്സ്റ്റ് വൺ വോളിയം ഓഫ് NaOH ആണ്. എത്രയിലേക്കാ മേക്കപ്പ് ചെയ്തത്? 100 ml-ലേക്കാണ്. അതിൽ നിന്ന് പിപ്പറ്റ് ഔട്ട് ചെയ്തത് 20 ml ആണ്. സോ ഇതാണ് രണ്ടാമത്തെ വോളിയം V2. റെഡി? ദിസ് ഇസ് V2. ആദ്യ V1 എന്ന് പറയുന്നത് HCl-ന്റെ വോളിയം. ദിസ് ഇസ് V2. അപ്പൊ V2 20 ml ആണ്. വോളിയം ഓഫ് HCl യൂസ്ഡ്. HCl എത്രയാണ് നമ്മൾ ഉപയോഗിച്ചത്? ഇവിടെ യൂസ് ചെയ്ത വോളിയം എന്ന് പറയുന്നത് 18 ml ആണ്. അല്ലെ, ഈ കെട്ടിയ കൺകോർഡന്റ് വാല്യൂ. ഓക്കെ, 18 ml ആണ്. സോ 18 എഴുതുക. 18 ml. ദിസ് ഇസ് V1. ക്ലിയർ? ഇതാണ് ആദ്യത്തെ വോളിയം. രണ്ടാമത്തെ വോളിയം NaOH-ന്റെ വോളിയം. അത് പിപ്പറ്റ് ഔട്ട് ചെയ്തത്. ഈ 18 എന്ന് പറയുന്നത് എന്തിന്റെ വോളിയമാണ്? HCl-ന്റെ വോളിയമാണ്. അത് ബ്യൂററ്റ് റീഡിംഗ്. ആൻഡ് ഇനി നോർമാലിറ്റി ഓഫ് NaOH ആണ്. N2 ആണ്. ഓക്കെ, N2 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് N1V1 is equal to N2V2 ആണ്. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് N2 ആണ്. N2 എങ്ങനെ കണ്ടുപിടിക്കാം? N1V1 divided by V2. മക്കളെ, N1 എന്താ? ആദ്യത്തെ നോർമാലിറ്റി 0.0986 0.0986 ഇൻറ്റു V1. ആദ്യത്തെ വോളിയം എത്രയാ? V1 എന്ന് പറയുന്നത് HCl-ന്റെ വോളിയം 18 ഡിവൈഡഡ് ബൈ V2. വോളിയം ഓഫ് NaOH ആണ് V2. ദാ V2 എന്ന് പറയുന്നത് വോളിയം ഓഫ് NaOH എത്രയാണ്? 20. സോ ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ you will get 0.0887 നോർമൽ. മക്കളെ, ഇത്രയുമാണ് നമുക്ക് നോർമാലിറ്റി കിട്ടുന്നത്. ദിസ് ഈസ് N2. അപ്പൊ നമ്മൾ N1 കാൽക്കുലേറ്റ് ചെയ്തു ആൻഡ് N2 കാൽക്കുലേറ്റ് ചെയ്തു. N1 എന്ന് പറയുന്നത് HCl-ന്റെ നോർമാലിറ്റി ആണ്. N2 എന്ന് പറയുന്നത് NaOH-ന്റെ നോർമാലിറ്റി ആണ്. അത് എങ്ങനെ എടുത്താലും നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ ആക്കിയാൽ മതി. റെഡി? ഓക്കെ, ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ഇനി വേണ്ടത് മാസ് പെർ ലിറ്റർ ഓഫ് NaOH. നമുക്ക് ആദ്യം HCl-ന്റെ മാസ് പെർ ലിറ്റർ, ഗ്രാം പെർ ലിറ്റർ കിട്ടിയിരുന്നു അല്ലെ? അത് എക്സാമിനർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് NaOH-ന്റെ മാസ് പെർ ലിറ്റർ ആണ്. എന്താണ് ഇക്വേഷൻ? NaOH-ന്റെ നോർമാലിറ്റിയെ, അതായത് N2-വിനെ ഈക്വലന്റ് മാസ് ആയിട്ടുള്ള 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി അല്ലേ? ഇവിടെ NaOH-ന്റെ ഈക്വലന്റ് വെയിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് 40. സോ 40 ഇൻറ്റു നോർമാലിറ്റി എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.0887. 0.0887 ഇൻറ്റു 40 ചെയ്യുക. ആൻഡ് മക്കൾക്ക് 3.55 ഗ്രാം പെർ ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത്രയുമാണ് മാസ് പെർ ലിറ്റർ ഓഫ് NaOH എന്ന് പറയുന്നത്. ആൻഡ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. ഒന്നുമില്ല, മാസ് പെർ ലിറ്ററിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡഡ് ബൈ 1000. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. മാസ് പെർ ലിറ്റർ നമുക്ക് അപ്പുറത്ത് കിട്ടിയ വാല്യൂ ആണ് മാസ് പെർ ലിറ്റർ. ഇത്രയും ഗ്രാം പെർ ലിറ്റർ എന്ന് കിട്ടിയില്ലേ? 3.55. അതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയും ചെയ്യേണ്ട. ഈ 1000-ന്റെ 2 സീറോയും ഇത് രണ്ടും ക്യാൻസൽ ആകും.
സോ 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ കിട്ടിയത് 3.55 ആണ്. അപ്പൊ 0.355 ഗ്രാം ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ ഒരു പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറ്റി കുത്തിയാൽ മതി. 0.355 ഗ്രാം ആണ്. ഇത്രയുമാണ് മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണോ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് HCl മാസ് പെർ ലിറ്റർ ആണ്. അപ്പൊ ആദ്യം അതിന്റെ നോർമാലിറ്റി കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് N1 കിട്ടും, അല്ലെങ്കിൽ N2, നിങ്ങൾ എന്താണോ എടുക്കുന്നത് അത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് നമുക്ക് മാസ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷന്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദ ഇക്വേഷൻ N1V1 = N2V2. നമുക്ക് തരുന്ന സൊല്യൂഷന്റെ നോർമാലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നു. ആൻഡ് അതിന്റെ വോളിയം എവിടെയാണ്? നമുക്ക് ബ്യൂററ്റ് റീഡിംഗ് വെച്ചിട്ട് വോളിയം എടുക്കാം. അതേപോലെ പിപ്പറ്റ് റീഡിംഗ് വെച്ചിട്ട് V1 ഉം V2 ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ്. പിപ്പറ്റ് റീഡിംഗ് എപ്പോഴും എന്തായിരിക്കും? 20 ml ആയിരിക്കും. ബ്യൂററ്റ് റീഡിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, നമ്മൾ ആ ബ്യൂററ്റിൽ നിന്ന് കണ്ടെത്തുന്ന വാല്യൂ ആയിരിക്കും. ഇതിൽ നിന്ന് N2 കണ്ടുപിടിക്കുന്നു. N2 യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാസ് പെർ ലിറ്റർ കണ്ടുപിടിക്കാം. മാസ് പെർ ലിറ്ററിനെ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ, മാസ് ഓഫ് this NaOH in the whole of the given solution ഇവിടെ കണ്ടുപിടിക്കാം. റെഡി?